പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ ഈ വർഷത്തിന്റെ അവസാന ദിവസം ദൈവം ഞങ്ങളെ കൂട്ടിവരുത്തുവാൻ നന്ദിയോട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. 2025 ആരംഭത്തിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടി ഞങ്ങൾ പിരിഞ്ഞുപോയി. വീണ്ടും അങ്ങയുടെ സന്നദ്ധയില ഒരു വർഷം കഴിയുമ്പോൾ കൂടി വരുവാൻ അവസരത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു വർഷം സൗഖ്യം ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ നടത്തുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ദൈവമായിട്ട് കൂട്ടായ്മകൾ നിർത്തുകയും ചെയ്യാൻ ദൈവത്തിന്റെ പ്രിയേറിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി ദയയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഈ രാത്രി ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു തിരുനാമത്തിന് മഹത്വമായി തീരുവാൻ. കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെല്ലാവരും ആനന്ദിപ്പാണ്. ദൈവത്തിന്റെ ശബ്ദം ഓരോ ഹൃദയങ്ങളിലും മുഴങ്ങുവാൻ നയിക്കുവാന് സ്വർഗം ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ തരുന്നുവെങ്കിൽ കൂടുതൽ സമർപ്പണത്തോടും അനുസരണത്തോടും വിശ്വസ്തയോടും കൂടി എങ്ങനെ സേവിപ്പാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ സഭയായി പ്രേരണമെന്ന് തിരുവേലിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്യണമെന്ന് തിരുവേലിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ന്യൂസിനായി സ്തോത്രം, സഹോദരി സഹോദരന്മാർക്കായി മാതാപിതാക്കൾക്കായി കാളിദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഉയരത്തിലെ പരിശുദ്ധാത്മാവാൻ അഗ്നിയുടെ ഇറങ്ങി വരുവാന് ഓരോ ഹൃദയങ്ങളിൽ അത് പകരപ്പെടുവാന് അത് വലിയ തീച്ചുവാലയായി വ്യാപരിപ്പാന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളിലും തിരുനാമ മഹത്വമെടുക്കണം. ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസ്തതയെ ഓർക്കുകയാണ്. അങ്ങേക്ക് മഹത്വം കരയറ്റുകയാണ്. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും തിരുനാമത്തിന് മഹത്വമായി തിരുനാമം ഉയർത്തപ്പെടേണ്ട നാഥ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദിദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന്, മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്,
ദൈവജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന്. അടുത്ത 2 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സകല ജനത്തിനും ആഹാരം കൊടുക്കുന്നവന്, അവൻ നല്ലവനല്ലോ, അവരുടെ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. For his mercy endures forever and ever. Hallelujah. അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പകരാം. സർവശക്തനായ ദൈവം അവൻ ഷദായിയായി നമ്മെ വിടുവിക്കുകയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിപ്പാൻ അവൻ നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിൽ സഭയായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് കൂടത്തക്ക രീതിയിൽ ദൈവം ഒരു വർഷം മുഴുവൻ നമ്മെ പരിപാലിച്ചു. ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മുടെ കാലുകൾ ഇടരാതെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച അത്ഭുതകരമായ ജീവനോടെ പരിപാലിക്കുകയും ചെയ്തു. ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ പകരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അല്പസമയം നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. സ്തോത്രം, 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 സ്തോത്രം. Glory, 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 glory. We worship you, Lord. We bow down before you, Father. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആർക്കെല്ലാം മഹത്വം കരയേറ്റുന്നു. സർവശക്തന് മഹത്വം കരയേറ്റുന്നു. സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord. Amen, amen, amen. Thank you, Master. നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങ് ഒരു വർഷം കൂടെ ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിലും ജീവനോടെ അങ്ങ് നിർത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദേശത്തങ്ങളുടെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് നിങ്ങളുടെ സഭയായി സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു വർഷം അങ്ങ് തരുന്നുവെങ്കിൽ ഞങ്ങൾ കൂടുതൽ അനുസരണത്തോടും സമർപ്പണത്തോടും അങ്ങയോടുള്ള വിശ്വാസത്തോടും കൂടെ മുന്നേറുവാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ സ്വർഗ്ഗം ആശീർവദിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ദിവസം ഇരിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ നടക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശേഷാല കർത്താവിന്റെ ശ്രേഷ്ഠദാസനും കുടുംബത്തിനും ക്രിസ്തുവേശുള്ള വന്ദനം അറിയിക്കുന്നു. പല പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പുതിയ വർഷം അതല്ലെങ്കിൽ ഒരു താങ്ക്സ് ഗിവിംഗ് സർവീസായിട്ട് ദൈവമക്കൾ നടത്തുന്നതിൻ്റെ പുറകിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പല രീതികളിൽ പണ്ടുകാലത്ത് അതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പമോ സംശയമോ ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിൽ വന്ന കാലത്ത് ഇപ്പോൾ ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയോ അത് വേണമെന്നും വേണ്ട എന്നും ഒക്കെ പറയുന്ന ആളുകളും ചർച്ചകളുമുണ്ട്. നാട്ടിലൊക്കെ പല ചർച്ചകളിലും ഇത് നടത്താറില്ല. എന്നാൽ നല്ല ഒരു പ്രാക്ടീസ് അത് നടത്തുന്നത് കൊണ്ടൊരു തെറ്റുമല്ല, അത് അനുഗ്രഹം തന്നെയാണ്, നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ദൈവവചനം പരിശോധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കുകയാണ്. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതിനുള്ള ബന്ധത്തിലാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ ആരംഭം
വളരെ പ്രേഷ്യസാണ്. രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ ദിവസം ആരംഭിക്കുന്നത് ഒരു പുത്തൻ തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഫോർ us it is a new day. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരായ നമ്മുടെ പിതാക്കന്മാർ യഹൂദ മത പശ്ചാത്തലത്തിൽ നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിനെ പിൻപറ്റുവാൻ വന്നവരാണ്. എങ്കിലും അവർ പരിചയിച്ചു വന്ന ശാബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, ആഴ്ചയുടെ അവസാന ദിവസമാണ്. എന്നാൽ അവർ ദൈവത്തെ ആരാധിപ്പാൻ തിരഞ്ഞെടുത്ത ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായിരുന്നു. അപ്പോൾ ഒരാഴ്ചയുടെ ആരംഭം സ്തോത്രം കുറിക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തോത്രം ദൈവസ്ഥനിൽ നമ്മുടെ സമർപ്പണങ്ങളെ ഒന്നുകൂടെ പുതുക്കി ഒന്നുകൂടെ റിഫ്രഷ് ആയിട്ട് ഒരു പുതിയ ആഴ്ചയെ നമ്മൾ സ്വീകരിക്കുകയാണ്. സ്തോത്രം അല്ലെങ്കിൽ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാലയളവാണ്, നീണ്ട ഒരു കാലയളവാണ്. ഈ ഒരു വർഷം ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു ഓഡിറ്റ് കൂടെയാണ് അന്ന് നടക്കുന്നത്. ഒരു വർഷം കർത്താവ് നമ്മെ നടത്തിയത് നമ്മുടെ ജീവിതത്തിൽ വന്നതായ പരാജയങ്ങളെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്ത് വരുന്നൊരു വർഷം അതിനെയെല്ലാം തിരുത്തി ഒരു പുതിയ തീരുമാനത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഉള്ള ഒരു സമയം അവസരം കൂടെയാണ് ഇങ്ങനെയുള്ള താങ്ക്സ് ഗിവിംഗ് സർവീസ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു രീതിയിലും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. വളരെ അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ മാതൃസഭയിലാണേലും ശുശ്രൂഷയിൽ ഇറങ്ങിയ കാലത്താണേലും അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രാർത്ഥന ആരാധന മുടക്കം കൂടാതെ നടത്തുവാൻ അതിൽ പങ്കാളികളാകുവാൻ ഒക്കെയും ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ രാത്രി എന്ന് ഞാൻ ദൈവസഭയെ ഓർപ്പിക്കട്ടെ. ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് വായിച്ച ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഇത് ശലോമോൻ തൻ്റെ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ ആ സമയത്ത് പാടി ആനന്ദിച്ച സങ്കീർത്തനമാണെന്നും മറ്റൊരവസരത്തിൽ യഹോശാഫാത്ത് അമോന്യർ ആക്രമിക്കുവാൻ വന്നപ്പോൾ അറ്റാക്ക് ചെയ്യുവാൻ വന്നപ്പോൾ പാടി ദൈവത്തിന് മഹത്വം കരയേറ്റിയ ഒരു സങ്കീർത്തനമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ സ്തോത്രം വലിയ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവരുടെ ദേശീയമായ ചരിത്രത്തെ അവരുടെ നാഷണൽ ഹിസ്റ്ററിയെ വിശകലനം ചെയ്തുകൊണ്ട് രചിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഹിസ്റ്ററി ടേൺസ് ടു തിയോളജി ആൻഡ് തിയോളജി ടേൺസ് ടു വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവവേദന്റെ കഴിഞ്ഞ നാളുകളെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ചരിത്രം അവനെ ദൈവവചനത്തിലേക്കും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്കും നയിക്കും. ആ ആഴങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ആ വ്യക്തി ആരാധനയുടെ അനുഭവത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ പലരും ഒക്കെ പല ആളുകളും പെന്തക്കോസ്ത് കുടുംബത്തിൽ തലമുറകളായി ജനിച്ചു വളർന്നവരൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, അതുകൊണ്ട് നമ്മളാരും വിശുദ്ധരല്ല. നാം വ്യക്തിപരമായി പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ അടുക്കൽ വന്നവരാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് അവരൊക്കെ ഈ വിശ്വാസത്തിന് വേണ്ടി വളരെ വില കൊടുത്ത് ഇറങ്ങിയവരാണ്. എനിക്കറിയാം, എൻ്റെ പിതാവും മാതാവും വളരെ വില കൊടുത്താണ് ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയത്. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് ഈ കൃപയിലേക്ക് വരുവാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകുന്നത്. ഇന്ന് നാം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ പുറകിൽ കണ്ണുനീരൊഴുക്കിയ, രക്തമൊഴുക്കിയ, അധ്വാനിച്ച ഒരുപാട് ദൈവത്തിന്റെ ദാസന്മാരെ പുറകിലുണ്ട്. നാം ഇവിടെ ഇരിക്കുമ്പോൾ പുറകിലുണ്ട് എന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ നാം പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് പിശാചിന്റെ ഭരണത്തിന് കീഴിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ അത് നമ്മുടെ ഒരു ചരിത്രമാണ്. അത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവസഭയിലെ മൗനമായിരിക്കാനായിട്ട് കഴിയുകയില്ല. സ്തോത്രം. അതിന്റെ 13, 14, 15 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. 16 വാക്യങ്ങൾ വായിക്കാം, പെട്ടെന്ന് വായിക്കാം. വേഴ്സസ് 14, 15, 16 പ്ലീസ്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്.
അവന്റെ ദയ എന്നേക്കുമുള്ളത്. തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മതി. ഇവിടെ നടത്തിയവൻ എന്ന് നാം ആവർത്തിച്ച് വായിക്കുമ്പോൾ ഒരു ഇടയനെ കുറിച്ചുള്ള ചിത്രമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഒരു ഇടയൻ, കരുത്തനായ ഇടയൻ തന്റെ ആടുകളെ ഒരു പോറലും ഏൽക്കാതെ, ഒരു ദുഷ്ടജീവിയും അതിനെ കടിച്ചു കീറാതെ, അത് നഷ്ടപ്പെട്ടു പോകാതെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടെ അതിനെ നടത്തുകയും അതിനെ ശിക്ഷിക്കുകയും ശാസിക്കുകയും അതാത് സമയത്ത് അതിനാവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകി അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഇടയന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആടുകൾക്ക് വേണ്ടി വഴി ഒരുക്കി കൊടുത്ത ഒരു സർവശക്തന്റെ കരങ്ങളെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർക്കുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് അവരെ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. അവരുടെ യാത്രയുടെ ആരംഭത്തില് അവർക്ക് മുൻപേ പകലിൽ മേഘസ്തംഭം അല്ലെങ്കിൽ പില്ലർ ഓഫ് ദ ക്ലൗഡ്, ആൻഡ് ഇൻ ദ നൈറ്റ് there was a pillar of fire. എന്തിനായിരുന്നു എന്നറിയാമോ? പകൽ അവർക്ക് ഗൈഡൻസ് നൽകുവാൻ തക്കവണ്ണം, ചൂട് ഏൽക്കാതെ വണ്ണം, പ്രകൃതിയുടേതായ പ്രയാസങ്ങൾ ഉണ്ടായി നശിച്ചു പോകാതിരിക്കുവാനും അതുപോലെ തന്നെ അവരെ ഗൈഡ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടും പകൽ അവർക്ക് മേഘസ്തംഭം അവർക്ക് തലയ്ക്ക് മുകളിൽ നിന്നിരുന്നു. രാത്രി ഇരുട്ടാകുമ്പോൾ അവർക്ക് വെളിച്ചം പകരുവാൻ മറ്റാരുമില്ല. വെളിച്ചത്തിന്റെ ഉറവിടമായ സർവശക്തൻ തന്നെ അവർക്ക് വെളിച്ചമായിട്ട് അവർക്ക് മുന്നിൽ യാത്ര ചെയ്യുകയാണ്. അത് മാത്രവുമല്ല, അത് കഴിഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ ചെങ്കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ പകലുണ്ടായിരുന്ന മേഘസ്തംഭം എന്തായെന്നറിയാമോ? ഫറവോന്റെ സൈന്യത്തിനും ഇസ്രായേൽ ജനത്തിനും ഒരു ബൗണ്ടറി വെക്കത്തക്ക രീതിയിൽ ഇതിന്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് വെളിച്ചവും തങ്ങളെ പിടിക്കുവാൻ പിന്തുടരുന്ന മിസ്രയീമിനെ സംബന്ധിച്ച് അവർക്ക് ഇരുട്ടുമായി തീർന്നു. എന്ന് പകലിൽ വെളിച്ചത്തിലേക്ക് വന്ന നാം ഓരോരുത്തരും വെളിച്ചത്തിന്റെ ആ ശോഭ അനുഭവിച്ച് ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ ഓർക്കണം, വലിയ കൂട്ടം ആളുകൾ ഇന്നും ഇരുട്ടിൽ തപ്പിത്തളയുന്നവരാണ്. നമ്മുടെ ആശയക്കുഴപ്പങ്ങൾ മാറുവാന് വെളിച്ചത്തിന്റെ അടുക്കൽ, വെളിച്ചമായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാന്, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ലഭിപ്പാന് ഒക്കെയും കാരണമായി തീർന്നത് ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യമാണ്. ഇതേ സാന്നിധ്യം പുതിയ വിശ്വാസികളായ നമ്മോടൊപ്പം ഉണ്ട്. വെളിച്ചത്തിന്റെ സോഴ്സായ ഉറവിടമായ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. എന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകർന്ന് എന്റെ ജീവിത ആത്മീയ യാത്രയെ കുറിച്ച് ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാമായിരുന്നു. എത്രയോ സാഹചര്യങ്ങളിൽ ദുരുപദേശങ്ങളിൽ വീണു പോകാമായിരുന്നു. എത്രയോ അവസരങ്ങളിൽ വിശ്വാസ പടക് തകർന്നു പോകാമായിരുന്നു. എന്നാൽ അതൊന്നും സംഭവിക്കാതെ വണ്ണം ഇന്നുവരെയും നിർത്തിയത് കർത്താവിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവുമാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ കഴിയുന്നത്. അതിന്റെ പുറകിൽ നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആയിരിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ തിരുവചനവുമാണ്. സ്തോത്രം. അങ്ങനെ യാത്ര ചെയ്ത ഈ ജനം ചെങ്കടൽ കടന്ന് ഇവര് സീനായ് മരുഭൂമിയിലെത്തി. 3 മാസമായപ്പോഴേക്കും സീനായ് മരുഭൂമിയിലെത്തി. സീനായ് മരുഭൂമിയിൽ ഇവർ ഏകദേശം 1 വർഷത്തിലധികം താമസിച്ചു. പക്ഷെ അവിടെ ചില ഡിസിപ്ലിൻസ് നടന്നു. എന്താണെന്നറിയാമോ? ഒന്ന്, അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇവർക്ക് നിയമം കൊടുത്തു. ലോകത്തിലാദ്യമായി ദൈവം തന്റെ കരം കൊണ്ട് എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ജാതിക്ക് മോശയിലൂടെ കൊടുക്കുകയാണ്. സീനായിൽ വെച്ച് നിയമം കൊടുത്തു. അവിടെ ഇട്ട ഈ നിയമം അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിപ്പാൻ ദൈവം ഇവരെ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു ഡിസിപ്ലിൻ നടക്കുകയാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ ആരാധനയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്, സമാഗമന കൂടാരം അത് ഡിസൈൻ ചെയ്യുകയും അത് ഫോം ചെയ്യുകയും ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ക്രമീകരണം നടന്നത് സീനായിലാണ്. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഇവർ ഈ യാത്രയിൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് സീനായുടെ ആ ഏരിയയിൽ താമസിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവം നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഭാരമല്ല. ഇതനുസരിക്കും തോറും നാം അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരുകയാണ്. ആ നിയമം തന്നത് നമ്മെ ഡിസിപ്ലിൻ ചെയ്ത് ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ, ആത്മാവിലും സത്യത്തിലുമുള്ള
ആരാധന നമ്മുടെ ഇടയിൽ നിന്ന് ഉയരുവാൻ, അങ്ങനെ ആരാധിക്കുന്ന ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന തന്റെ ജനത്തെ ഒരു ദിവസം ചേർക്കുവാൻ അവൻ ഈ ഭൂമിയിൽ രണ്ടാമത് ഒന്നുകൂടെ സന്ദർശിക്കുവാൻ പോവുകയാണ്. Praise the Lord. അങ്ങനെ സന്ദർശിക്കുന്ന അവസരത്തില് അവന് വേണ്ടി ജീവിച്ചവർ, അവനെ അനുസരിച്ചവർ, അവനെ ആരാധിച്ചവര് Praise the Lord, അവനോടൊപ്പം ഇരിക്കേണ്ടതിന് അവനെ ചേർക്കുവാൻ, അവനെ ചേർപ്പാനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുവാൻ പോവുകയാണ്. Praise the Lord. Hallelujah. നല്ല ഇടയനായ ഈ കർത്താവ് നമ്മെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ശ്രേഷ്ഠ ഇടയനായി അവന് നമ്മുടെ ഇടയൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുകയാണ്. Praise the Lord. പെട്ടെന്ന് 2 വാക്യങ്ങളോട് വായിച്ചാട്ടെ. സങ്കീർത്തനം 78:52 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. Psalm 78:52-55. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരട് കൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. സ്തോത്രം. ഞാൻ ഇതൊന്നും വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. 1-2 വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുവാണ്. നമുക്ക് അറിയാമല്ലോ ഈ വേദഭാഗങ്ങളെല്ലാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കൂടെ വായിച്ചോട്ടെ. Hebrews chapter 13:20. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. തന്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും അവൻ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ Praise the Lord, അവൻ നമ്മെ നടത്തുവാൻ വിശ്വസ്തനും തന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാക്കുവാനും അവൻ വിശ്വസ്തനും കഴിവുള്ളവനുമായ ദൈവമാകുന്നു. Praise the Lord. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 1 പത്രോസ് 5-4 വാക്യം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇത് ഇടയന്മാരോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറഞ്ഞത്. ഞങ്ങളെ പോലെ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ റിവാർഡാണ് ഈ വാടാത്ത കിരീടം. എന്നാൽ ദൈവമക്കൾക്ക് കിരീടമോ പ്രതിഫലമോ ഇല്ലെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ പത്രോസ് ദൈവാത്മാവിൽ ഓർപ്പിക്കുകയാണ്, തേജസ്സിന്റെ ഒരു വാടാത്ത കിരീടം, അത് ഇടയ ശ്രേഷ്ഠൻ. ഞങ്ങളൊക്കെ ഇവിടുത്തെ കൊച്ചു ഇടയന്മാരാണ്, കൂലിക്കാരാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കൂലിക്കാരാണ്. എന്നാൽ ആടുകൾക്ക് വേണ്ടി വില കൊടുത്ത ഒരു ഇടയ ശ്രേഷ്ഠൻ ഒരു ദിവസം പ്രത്യക്ഷപ്പെടും. Praise the Lord. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവജനമേ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെ അനുദിനവും നടത്തുന്ന ഒരു ഇടയ ശ്രേഷ്ഠനുണ്ട്. Praise the Lord. അവൻ നമ്മെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഈ മരുഭൂ പ്രയാണത്തിൽ നമുക്ക് ആവശ്യമായി തരുവാൻ അവൻ വിശ്വസ്തനാണ്. മാത്രവുമല്ല, പാതി വഴിയിൽ വെച്ച് അവൻ ഇട്ടേച്ചു പോകുന്ന, മടുത്തു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഇടയനെ അല്ല നാം ആരാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം കൂടെ വായിച്ചോട്ടെ. Revelation chapter 7:17. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. തുടച്ചു കളയുകയും ചെയ്യും. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഇന്ന് ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. തുടച്ചാൽ തന്നെ അത് താൽക്കാലികമാണ്. പിന്നെയും വിഷയമുണ്ടാകുമ്പോൾ കണ്ണുനീർ വരും. എന്നാൽ എന്നേക്കും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കരുത്തുള്ള കരം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ദുഃഖമുണ്ടാകുകയില്ല, മുറവിളി ഉണ്ടാകുകയില്ല. നാം എത്തിച്ചേരേണ്ട ഇടത്ത് സേഫായിട്ട് എത്തിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ഇടയനെയാണ് നാം ആരാധിക്കുന്നത്. അവിടെ ദുഃഖമോ മുറവിളിയോ കണ്ണുനീരോ മരണമോ പിന്നെ ഉണ്ടാകുകയില്ല. അങ്ങനെ നിത്യത മുഴുവൻ കർത്താവിനോടൊപ്പം ചെലവഴിക്കത്തക്ക രീതിയിൽ
ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നയിക്കുവാൻ കരുത്തരായ ഇടയനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ യാത്രയിലെ ദൈവജനമേ, കഴിഞ്ഞ ഒരു വർഷം ദൈവം എത്രയോ അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മുടെ മുഖം വാടുകയും തലകുനിയുകയും ചെയ്യല്ല വേണ്ടിയത്. ദൈവം ചെയ്തു തന്ന നന്മകൾ, ഭൗതികമായി ഇതിന് ഒന്നും തന്നില്ലെങ്കിൽ പോലും അവൻ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവമായിട്ട് കൂട്ടായ്മയിൽ ജീവിപ്പാൻ കൃപ തന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് മാത്രം മതി ഒരു വ്യക്തിക്ക് ഒരു ദൈവം എന്ന ദൈവത്തെ ആരാധിക്കാനായിട്ട്. ഭൗതികമായ നന്മകളെയൊക്കെ മാറ്റിവെക്കുക, ഈ ഭൂമിയിലെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. എന്നാൽ ദൈവം നമ്മെ വിടുവിച്ചത് ഓർക്കുമ്പോൾ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് ഓർക്കുമ്പോൾ, ആ ഒറ്റ കാരണത്താൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും. സ്തോത്രം. ഈടയുടെ കൈക്കീഴിൽ നിന്ന് ഓടി ഒളിക്കാതെ, അകന്നു മാറാതെ ദൈവം ഒരു വർഷം തരുന്നുവെങ്കിൽ വിശ്വസ്തയോടെ, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഇടവും വലവും ഉള്ളവർ എങ്ങനെ പോകുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുമെന്നുള്ളൊരു പുത്തൻ തീരുമാനത്തോടും സമർപ്പണത്തോടും കൂടെ ഈ രാത്രി നമുക്ക് ദൈവസ്ഥയിലായിരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2025 അവസാന മണിക്കൂറുകളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും കുടുംബമായി ഈ പ്രദേശത്തായിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം നൽകി തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായി അല്പക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് രാത്രികാലം കടന്നു വരുവാൻ കഴിയുന്നില്ല എന്ന് കർത്താവിനെ ഞാൻ അറിയിച്ചിരുന്നു. വീണ്ടും അദ്ദേഹം ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതും അനുസരിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വം. അതനുസരിച്ച് കടന്നു വരുവാനിടയായി. ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞാനും ചില മാസങ്ങളൂടെ കഴിയുമ്പോൾ 70-ാം വയസ്സിലേക്ക് കടക്കുന്നു. എൻ്റെ സഹധർമ്മിണി 65-ാം വയസ്സിലേക്ക് കടക്കുന്നു. ദൈവം ഞങ്ങളെ ആക്കിയ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഇരുന്ന് പല കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട് 50 വർഷം പൂർത്തിയാക്കുകയാണ്. കർത്തവ്യ ശുശ്രൂഷയിൽ ഒരു പാസ്റ്ററായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 43-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം കുടുംബമായി ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. സകല എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ആവോളം വിശ്വസ്തയോടെ ചുമൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹധർമ്മിണിയും അതുപോലെ തന്നെ റീജിയൻ്റെ സഹോദരിമാരുടെ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രസിഡൻ്റായി നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് കടന്നു ചെന്നു. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവജനത്തിൻ്റെയും പ്രാർത്ഥന ആ ഒരു വിഷയത്തിൽ ചോദിക്കുന്നു. ശാരീരികമായുള്ള ഞങ്ങൾ രണ്ടുപേരുടെയും സ്ഥിതി അനുസരിച്ച് ഒരിക്കലും ഇങ്ങോട്ട് കടന്നു വരുവാൻ കഴിയുന്ന ഒരവസ്ഥയല്ലായിരുന്നു. സ്റ്റെപ്പ് കയറുക, ഉയരങ്ങളിലേക്ക് കയറുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും കടന്നു വന്ന ഏതാണ്ട് ഈ നിമിഷം വരെയും ധാരാളം പ്രാവശ്യം സ്റ്റെപ്പ് കയറത്തക്കവണ്ണം ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ദൈവജനത്തിൻ്റെ
പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് ധന്യമാക്കി. 2 കുഞ്ഞുങ്ങളെ, അതിനു ശേഷം 2 കുഞ്ഞുങ്ങളെയും ദൈവം തന്നു. മകനും കുടുംബവും ഞാൻ ഓർപ്പിച്ചിട്ടുള്ളവർ ഷാർജയുടെ പ്രദേശത്ത് അവർ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി കർത്താവിൻ ദാസനോട് ചേർന്ന് നിന്ന് അവർ കുടുംബമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ മകളും മകനുമായി ഇവിടെ ആയിരിക്കുന്നു. ഞാൻ അവരോട് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാറുള്ളൊരു കാര്യമുണ്ട്. ബാംഗ്ലൂരിൽ അവർക്കൊരു ഫ്ലാറ്റുണ്ട്. ഒരു കാരണവശാലും അത് കൊടുക്കരുത്. ഇവിടെ ഇപ്പം ഒരു മടുപ്പ് തോന്നുന്നു. ആ സമയത്ത് ഇതൊക്കെ വിട്ട് അവരവിടെ വന്നതിന് ശേഷം ബോംബെയുടെ പ്രദേശത്തായിരിക്കുന്നത് എനിക്ക് ഇതിനേക്കാൾ ഏറെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. പിന്നെ എല്ലാറ്റിനും ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ട്. അതനുസരിച്ച് ദൈവം നടത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു വിഷയത്തിന് ദൈവം മറുപടി നൽകി. ഒരു തലമുറയെ കൂടി ഞാൻ ആഗ്രഹിച്ചു. ദൈവം അത് തന്നു. അതിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. ഇനി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അത് മകൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തില്ല. മറ്റൊന്നും പ്രത്യേകിച്ച് ഇനി എൻ്റെ വ്യക്തിപരമായ ഞങ്ങളുടെ കുടുംബപരമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനില്ല. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കൂടെ മറുപടി ലഭിക്കുമ്പോൾ ജീവിതത്തിൽ സംതൃപ്തനാണ്. ഏത് നിമിഷവും കർത്താവ് വിളിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ പോകുവാനുള്ള പൂർണ്ണ പ്രാഗൽഭ്യത്തോടും ഈ നിമിഷം കർത്താവ് വന്നാൽ കർത്താവിനോടൊപ്പമായി തീരുമെന്നും അല്ല മരണത്താൽ മാറ്റപ്പെട്ടാൽ നിത്യതയിൽ എത്തിത്തീരുമെന്നുള്ള വലിയൊരു ഉറപ്പ് ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഞങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരു ന്യൂ ഇയർ മെസ്സേജായിട്ട് ഒന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം തന്ന ചില ചിന്തകൾ ഈ ന്യൂ ഇയർ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉതകുന്ന ചില മെസ്സേജുകൾ, ചില ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ വെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 ഭാഗങ്ങളൊന്ന് വായിക്കണം. ആദ്യമായി 37-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണേ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. നമ്മെ ദൈവം പാർപ്പിച്ചിരിക്കുന്ന ആ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അവനത് നിർവഹിക്കും. മതി. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്തു നിന്ന് വിശദീകരിപ്പാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള സമയം എൻ്റെ മുൻപാകെ ഇല്ല. എനിക്കറിയാം. ഇന്നത്തെ സാഹചര്യവും സമയവും ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം പാർപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടി നാം ദൈവത്തെ സേവിക്കുക. എന്നാൽ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, ആ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അടുത്ത വാക്യം, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, അത്രയും മതി. നിർവ്യാജ വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ ജനിപ്പിച്ച തന്റെ പ്രിയപുത്രനായ തിമോത്തിയോസിനോട് പറയുക, നീ എഫെസോസിൽ താമസിക്കണം. അവിടെ അല്പം കുഴഞ്ഞു പറഞ്ഞൊക്കെ കിടക്കുന്ന സാഹചര്യം മുമ്പ് നമ്മൾ വായിച്ചു. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. നീ അവിടെ താമസിച്ചുകൊണ്ട് അവരെ ആജ്ഞാപിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ 3 കാര്യം പറഞ്ഞേ. ഒന്ന്, ശുദ്ധ ഹൃദയം. 2, നല്ല മനസ്സാക്ഷി. 3, വ്യാജമില്ലാത്ത വിശ്വാസം. ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാം. അല്പമണിക്കൂറുകൾ കഴിയുമ്പോൾ 2025 നമ്മെ വിട്ടുപോകുന്നു. ഒരു 26 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ ഒരു 26 പൂർത്തീകരിക്കാൻ ദൈവം നമുക്ക് സാവകാശങ്ങളും അവസരങ്ങളും നൽകി തരുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയമായും ഭൗമികമായും അനുഗ്രഹം പ്രാപിക്കണം. അത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന്, ഞാൻ നിങ്ങൾ ശുദ്ധ ഹൃദയത്തിന് ഉടമകളായി തീരണം. ദൈവസന്നിധിയിൽ ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. അതാണ് എഴുതിയിട്ട് ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളൊക്കെ സ്നേഹിക്കുന്നു പറയുമ്പോൾ വ്യാജമില്ലാത്ത സ്നേഹമായിരിക്കണം. അത് ആ ഭാഗത്തൊന്നും വിശദീകരിക്കില്ല. അതിനായി ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. അവസരം തന്ന കർത്താവ് ദാസിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതും ആത്മീയഭൂമിയുമായ സകല നന്മകൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം തിരുവനന്തപുരത്ത് നിന്ന് കേൾപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ഈ 2026 ദൈവം നമുക്ക് തരുമ്പോൾ ശുദ്ധ മനസ്സാക്ഷിയോടും നിഷ്കളങ്ക ഹൃദയത്തോടും കൂടെ വ്യാജമില്ലാത്ത സ്നേഹത്തോടും കൂടെ ജീവിപ്പാൻ, വ്യാജമില്ലാത്ത വിശ്വാസത്തോടും കൂടെ ജീവിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് പാദങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. 2 സ്റ്റേഷൻ, ഒന്ന് സഹോദരന്മാർക്ക് ഈ ഭാഗത്തും മറ്റൊന്ന് സഹോദരിമാർക്ക് ഈ ഭാഗത്ത്. ഇവിടെ കുറച്ച് ചയറുകൾ അങ്ങോട്ട് മാറ്റിയിട്ടതിന് ശേഷം ഇവിടെ ക്രമീകരിക്കാം. ഇതിൽ പങ്കെടുക്കുന്നവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം അനുവാദം തരുന്നു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഒരു വേദഭാഗം നമുക്കിതിനുള്ള ബന്ധത്തിൽ, ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. ഗോസ്പൽ ഓഫ് ജോൺ chapter 13 verses from 5 till 7. വായിച്ചാട്ടെ. വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അതിനെ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അതിനെ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ
പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാൻ ഞാൻ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവനെ കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവനാകുന്നു, എല്ലാവരും അല്ലാതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ട് അത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ലേ എന്ന് പറഞ്ഞത്. മതി നോക്കുക. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിലേക്ക് വരുന്ന സാഹചര്യമാണ് നമുക്ക് 13-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 14-15 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു: കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ പാദം കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയുടെ അനുഭവം, ഹ്യൂമിലിറ്റിക്ക് വേണ്ടി നമ്മൾ നമ്മെ തന്നെ ഹമ്പിളാക്കുന്ന ഒരു ശുശ്രൂഷ കൂടെയാണ്. റോമ ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേലിൽ ആ സമയത്ത്. റോമൻസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രൈഡായിട്ട് ജീവിക്കുന്ന, പവർഫുള്ളായിട്ട് ജീവിക്കുന്ന, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഇങ്ങോട്ടെല്ലാവരും ശ്രദ്ധിച്ച് ഇരുന്നാട്ടെ, വളരെ പ്രൗഡ്ഫുള്ളായി ജീവിക്കുന്ന, ആർക്കും കീഴ്പ്പെടാത്ത, ആർക്കും വഴങ്ങാത്ത ഒരു ജനതയാണ് റോമൻസ്. അവർക്ക് സ്ലേവ് ആകുക എന്ന് പറഞ്ഞാൽ, ഹമ്പിൾ ആകുക എന്ന് പറഞ്ഞാൽ അവർക്ക് മരിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് റോമൻസ്. അത് തന്നെയുമല്ല, യഹൂദ മതമാകട്ടെ, അവരുടെ മതമേലധ്യക്ഷന്മാർ വളരെ അർഹതയില്ലാത്ത പ്രിവിലേജ് എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താൻ മനുഷ്യന്റെ വേഷമെടുത്ത് ദാസനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വരികയാണ്. സ്തോത്രം. അവരുടെ ആ ദൈവത്തിന്റെ മുമ്പിൽ ശിഷ്യന്മാർക്ക് ചില സംശയങ്ങളുണ്ടായി, ഞങ്ങളിൽ ആരാണ് വലിയവൻ? സ്തോത്രം. ഈ ചോദ്യം വന്നപ്പോൾ കർത്താവ് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകുന്നുവെങ്കിൽ. ആ കാലഘട്ടത്തിൽ ഒരു പാദം കഴുകുവാൻ പ്രൈസ് ദി ലോർഡ് ഒരു സ്ലേവിനെ ആക്കിയിരിക്കുകയാണ്. ഒരിക്കലും ഒരു യഹൂദൻ മറ്റൊരുത്തന്റെ പാദം കഴുകത്തില്ല. അടിമയെ വെച്ച്, അല്ലെങ്കിൽ റോമൻസ് ഒരിക്കലും പാദം കഴുകത്തില്ല. അടിമയെ വെച്ച് ആ ജോലി ചെയ്യിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രൻ, ഹല്ലേലൂയ, തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ തൻ്റെ ശിഷ്യന്മാരുടെ ഒരു സങ്കോചവും കൂടാതെ താൻ ഒരു തുവർത്തെടുത്ത് അരക്കി ചുറ്റിയതിന് ശേഷം അവരുടെ പാദങ്ങളെ കഴുകുന്നു. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. നാം മനുഷ്യനായിരിക്കെ ഇത് ചെയ്യുന്നതിന് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ സർവശക്തനായ ദൈവമായിരിക്കുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഈ നല്ല മാതൃക കാണിച്ചു തന്നുവെങ്കിൽ അതാണ് പ്രസംഗിക്കപ്പെടേണ്ടത്, അതാണ് മാതൃകയാക്കപ്പെടേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഇതൊരു തമാശൻ്റെ, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ, ഒരു ഫണ്ണി മൊമെൻ്റ് ആയിട്ട് നിങ്ങൾ ആരും കാണരുത്. ഇതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ശാന്തമായി നിങ്ങൾ ഇരുന്ന് ദൈവസഭയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ കർത്താവിനദാസനോട് ചോദിച്ചു, ഇതിൽ പങ്കെടുക്കുവാൻ കഴിയുമോ? കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ പരിമിതികളെ അറിയാം. അപ്പോൾ കർത്തദാസൻ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് പാദം കഴുകുന്നത് ജോസ് ബ്രദറിൻ്റെ പാദം കഴുകുന്നതായിരിക്കും, ഞാൻ കഴുകുന്നതായിരിക്കും. അതുപോലെ ജൂലി ഷേർലി സിസ്റ്ററുടെ പാദം കഴുകുന്നതായിരിക്കും. അതിനുശേഷം ഓരോരുത്തരായി വന്ന് 2 സ്റ്റേഷൻ സഹോദരിമാർക്ക് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഇവിടെയും സഹോദരന്മാർക്ക് ഇവിടെയും വന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കാം. അതിന് ആ ശുശ്രൂഷ നടക്കുമ്പോൾ
അവിടെ ഇരിക്കുന്നവർ വർത്താനം പറഞ്ഞ് അങ്ങനെയൊന്നും നോക്കിയിരിക്കാതെ എല്ലാവരും ചേർന്ന് ഈ പാട്ട് യേശുവേ നിന്റെ രൂപാമി എന്നുള്ള പാട്ട് ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദാസനായി വരുന്ന യേശുവിനെ നമുക്ക് ഹൃദയത്തിൽ ദർശിച്ചുകൊണ്ട് ആ ശുശ്രൂഷയുടെ മുഴുവൻ അന്തരീക്ഷവും കൂടെ ഉണ്ടാകണം. ആ ശുശ്രൂഷയുടെ അർത്ഥവത്തായി തീരണം. പ്രൈസറോടെ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. യേശുവിന്റെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഈ ശുശ്രൂഷ ഈ രാത്രി എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ ശിഷ്യനാകുന്ന എന്നെയോ നിന്നെ പോലെ ആക്കണം മുഴുവൻ സ്നേഹമാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദീനക്കാരെയും ഹീനക്കാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോരേ. ദീനക്കാരെയും ഹീനക്കാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോരേ. ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുമേ. ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുമേ. ദാസനെ പോലെ സേവയെ ചെയ്താലേ. ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമല്ലോ. നമ്മളെ നാം താല്പര്യത്തോടെ കാത്തിരുന്ന പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിപ്പാൻ പോവുകയാണ്. എല്ലാവർക്കും ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കാം. ആരാധനയോടുകൂടെ ദൈവത്തിന് മഹത്വം കയറ്റിക്കൊണ്ട് ഈ പുത്തൻ വർഷം കർത്താവിന്റെ സന്നദ്ധിയിൽ ഒരു പുതിയ സമർപ്പണത്തോടും കൂടി 2025 നമ്മെ പരിപാലിച്ച ദൈവം ഈ വർഷവും നമ്മെ അത്ഭുതമായി നടത്തേണ്ടതിന് 2025 കൂടുതൽ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് സർവശക്തന്റെ കൃപ നമ്മുടെ മേലുണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടും ധ്യാനത്തോടും സ്തുതിസ്തോത്രങ്ങളോടും കൂടി ഈ പുതിയ വർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. How high the mountain I could not climb. In desperation I turned to heaven and spoke your name into the night. Then through the darkness your loving kindness
ലോകമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം പരിശുദ്ധൻ മഹോന്നത ദേവൻ അവനെന്നും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. മന്ത്രിയാം ദൈവം നിത്യനാഥനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ അവനത്ഭുത മന്ത്രിയാം ദൈവം നിത്യനാഥനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ. Mercy.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പുത്തൻ വർഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും തിരുവായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഈ പുതിയ സംവത്സരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം ഞങ്ങളെയും അങ്ങ് നടത്തുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, ഈ പുത്തൻ വർഷവും അങ്ങനെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി സ്വർഗം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് തിരുമേനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2025 കൂടുതൽ ഫലവത്തായ വർഷമാക്കി 2026 മാറ്റുവാനാകണമേ. പ്രതിസന്ധികൾ ഉണ്ടായാലും കർത്താവേ, ഹല്ലേലൂയ, പ്രതികൂലങ്ങളൊന്നും ഉണ്ടായാലും നടുവില് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാൻ, വലിയ പ്രതിസന്ധിയുടെ നടുവിലും അങ്ങയോട് ചേർന്ന് അങ്ങേക്ക് വേണ്ടി നിൽപ്പാൻ സഭയായി ഞങ്ങൾക്ക് ബലവും കൃപയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ. അങ്ങനെയുള്ള വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാൻ, അങ്ങനെയുള്ള ആശ്രയം വർദ്ധിപ്പാൻ ഈ പുതിയ വർഷങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മേശകളിലും തളച്ചു വളരുന്ന ഒരുവിധങ്ങളോടെ കർത്താവേ, ഹല്ലേലൂയ, കുടുംബത്തിൽ മാതാപിതാക്കളോട് ചേർന്ന് സഭയോട് ചേർന്ന് ഫലവത്തായ ജീവിതം നയിക്കുന്ന ഒരു തലമുറയെ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണമെന്ന് തിരുമേനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനായ പിശാച് അവരെ മിസ്ലീഡിയുവാനോ മിസ്ഗൈഡിയുവാനോ ഇടയാകാതെ സ്വർഗീയ സംരക്ഷണത്തിൽ അവരായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവമേ, അവരെയും കർത്താവ് ഈ മരുഭൂപ്രയാണത്തിൽ കൂടെ ഇത് നടത്തുവാനാകണമേ. അവരുടെ സകല ആശയക്കുഴപ്പങ്ങളെ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകും. വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഉപദേശത്തിന് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മധ്യത്തിൽ കർത്താവേ, ഹല്ലേലൂയ, അതിന്റെയും പരമാർത്ഥങ്ങളുമായി വിശ്വസ്തയോടെ സേവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. കുഞ്ഞുങ്ങളെ കർത്താവ് അതിനായി സഹായിക്കണം. കർത്താവേ, ഈ പുത്തൻ വർഷം ധാരാളം ആത്മാക്കൾ ഈ ദിവസം കർത്താവേ, ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളിൽ നിന്ന് മാനസാന്തരപ്പെട്ട പാപത്തോട് വിട പറഞ്ഞ് കർത്താവിന്റെ വചനമനുസരിപ്പാൻ സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിച്ച അനേകരെ എഴുന്നേൽപ്പിക്കണമെന്ന് ദിവസങ്ങൾ സഭയെ അതിനായി ഉപയോഗിക്കും. ദേശത്ത് കർത്താവ് സഭയെ ശക്തീകരിക്കുന്നു. ആത്മീയ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു. മറ്റെന്ത് ഉപേക്ഷിക്കേണ്ടി വന്നാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഒരു സമൂഹമാക്കി ഞങ്ങളെ മാറ്റണമെന്ന് ഗണദാസന്മാരെ ഞങ്ങൾ മധ്യായനാമത്തിൽ അവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ദൈവിക സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ഒരു പുത്തൻ വർഷം 2026 എല്ലാവർക്കും ആശംസിക്കുന്നു. Wish you a blessed and prosperous 2026 to all of you. God bless you all. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ 2026 ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ ദൈവമക്കളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരു അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മളൊരു പാട്ട് പാടി, അവൻ ആർക്കും കടക്കാരനല്ല. ദൈവത്തിന്റെ മക്കളെ, ദൈവം ആർക്കും കടക്കാരനല്ല, പക്ഷെ നമ്മൾ ദൈവത്തിന് കടക്കാരാണ്. കഴിഞ്ഞൊരു വർഷം മുഴുവൻ കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി. ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങൾ അല്പസമയം താമസിച്ചു പോയി ക്ഷമിക്കണം. ലണ്ടനിൽ ഒരു ന്യൂ ഇയർ ശുശ്രൂഷ ചെയ്തതിന് ശേഷം ലണ്ടനിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെ നമ്മൾ എത്ര സ്തുതിക്കണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെ ദൈവം കഴിഞ്ഞ വർഷം പഠിപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയില് അധികം മുഖവരൊന്നും പറയാതെ കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ തന്നെ ആ വാക്യം വായിച്ചോളാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം
അതിന്റെ 16-ാമത്തെ വാക്യം, അത് കഴിഞ്ഞ് അതിന്റെ 21-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 21-ാം വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഴയ കാലങ്ങളെ ഓർക്കണ്ട, ഇന്നുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പുതിയത് ചെയ്യും. 2026 ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ സഭ, ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവിന്റെ ദാസൻ ആ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ചില പുതിയ വഴികളെ തുറക്കുന്ന ഒരു സമയമായി. ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാണ് നാം അത് ഏറ്റെടുത്തുകൊണ്ട് ഈ 2026 ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായിട്ടില്ല എന്ന് പറയുന്നത്. ഇന്ന് രാത്രി യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ മുമ്പുള്ളവയെ ഓർക്കണ്ട, പഴയതിനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി പുതുതായിട്ട് ചിലത് ചെയ്യുന്ന ദൈവം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചു നോക്കി. ദൈവത്തിനൊരു പഴയ കാര്യം പറയാനില്ല. എല്ലാ ദിവസവും എല്ലാ പ്രവർത്തികളും ദൈവത്തിന് പുതിയത് മാത്രമേ ചെയ്യാനുള്ളൂ. 6 ദിവസത്തെ സൃഷ്ടിപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവം ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരെണ്ണം പോലും അതിന് ഡ്യൂപ്ലിക്കേറ്റ് ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ഏറ്റവും അവസാനം തന്റെ സൃഷ്ടിയുടെ മകുടമായി നമ്മെ സൃഷ്ടിച്ചു. നിങ്ങൾ ഓരോരുത്തരും, ഞാനും വ്യത്യസ്തരാണ്. നമ്മളെ എല്ലാം യുണീക്കായിട്ട് ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും അതാണ്. ഈ 2026 നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ നോക്കി മറ്റുള്ളവരുടെ വേദനകൾ കണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാരങ്ങൾ കണ്ടിട്ട് അത് എന്റെ ജീവിതത്തിൽ വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുവാനല്ല ദൈവം നമ്മളോട് പറയുന്നത്. നിന്നെ ഞാൻ വ്യക്തിപരമായി കണ്ടിരിക്കുന്നു, നിന്നെ ഞാൻ വ്യക്തിപരമായി അറിഞ്ഞിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ഇന്ന് മുതൽ നാം ഓരോരുത്തരും നമ്മളോട് തന്നെ പറയണം, I am a unique personality before God. എന്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒരു പ്രത്യേകതയുള്ള ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടിയാണ്. എന്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തിരുവചനം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും പുതുതായി ചെയ്യുവാനുള്ളൂ. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെങ്കിൽ, വേദപുസ്തകത്തിന്റെ അവസാന ഭാഗം, വെളിപ്പാടിന്റെ അവസാനത്തിൽ പറയുമ്പോൾ ഇതാ പുതിയത് സകലതും പുതിയതാക്കി. പുതിയതാക്കുന്ന ഒരു ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതൽ ഓരോ ദിവസവും ഓരോ പുതുക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. ഒരു ദൈവ പൈതൽ ഈ 2026 എന്ത് തീരുമാനമെടുക്കണം, എന്താഗ്രഹിക്കണം എന്ന ചിന്തയാണ് എന്നെ ഈ വാക്യത്തിലേക്ക് നയിക്കുവാനിടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഒരു പക്ഷെങ്കിൽ 2025 നിങ്ങളുടെ പരാജയങ്ങളെ കുറിച്ചും വീഴ്ചകളെ കുറിച്ചായിരിക്കും പിശാച് എപ്പോഴും ഓർപ്പിക്കുന്നത്. എന്നാൽ അത് എടുത്തു കളഞ്ഞ ശേഷം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചില പുതിയ കാര്യങ്ങൾ ഈ വർഷം ചെയ്യുവാൻ പോകുന്നുള്ള തീരുമാനത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി സ്റ്റെപ്പ് വെക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത്ഭുതങ്ങൾ കാണുന്ന ഒരു വർഷമായി തീരുവാനിടയായി തീരും. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു മിഷണറി സ്റ്റോറി പ്രകാരമാണ്. അമേരിക്കയിൽ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ചർച്ച്, ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചു സഹോദരി, ടീനേജിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കണമെന്ന് താല്പര്യമുണ്ട്. അവൾ പാസ്റ്ററോട് എന്ന് പറഞ്ഞു, എനിക്ക് ചിൽഡ്രൻസ് മിനിസ്ട്രി പ്രവർത്തിക്കുവാനിടയായി തരണം. എന്നാൽ ആ മിനിസ്ട്രിക്ക് അന്നത്തെ അമേരിക്കയുടെ നിയമങ്ങൾ അനുസരിച്ചും അതിന് ആ കുഞ്ഞിന് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രത്യേകമായ ഒന്നും ആ മിനിസ്ട്രിക്ക് അവിടെ സാധ്യതകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, മോളൊരു പരിപാടി 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നിന്റെ മിനിസ്ട്രിയെ കുറിച്ച് ചിന്തിക്കാൻ. കാരണം നമ്മുടെ ചർച്ചിന് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് സ്ഥല പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട്, നിയമത്തിന്റെ പല തടസ്സങ്ങളും ഉള്ളതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു സ്ഥാനം ഒരുക്കി തരാമെന്ന്. എന്നാൽ അവൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവളുടെ ഉള്ളിൽ ദൈവം കൊടുത്ത അഗ്നി, അവളുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ആത്മഭാരം, അവൾ ചർച്ച് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പെൺകുട്ടിയുടെ പേര് ഹെയ്റ്റി എന്നാണ്.
അവൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനിയും ആരോടും ഞാൻ പറയുന്നില്ല, എന്റെ മാതാപിതാക്കളോട് പറഞ്ഞ് എന്റെ ഭവനത്തിൽ എന്റെ ചർച്ചിന്റെ മിനിസ്ട്രി, ഈ ചിൽഡ്രൻസ് മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അതിനുവേണ്ടി ഞാൻ സ്വരൂപിക്കുമെന്ന് പറഞ്ഞ് അവൾ പതുക്കെ സ്വരൂപിക്കുവാൻ ആരംഭിച്ചു. അവളൊരു സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് അധികം ഒന്നും സ്വരൂപിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 2 വർഷം ആകുന്നതിന് മുമ്പ് തികച്ചു യാദൃച്ഛികമായിട്ട് അവൾ ഒരു വാഹന അപകടത്തിൽ കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നു. അവളുടെ മരണത്തോടുകൂടി അവളുടെ ജീവിതം അവസാനിച്ചു എന്ന് എല്ലാവരും ചിന്തിച്ചെന്നാൽ ആ മരണത്തിന് മുമ്പ് അവളുടെ പ്രാർത്ഥനാ മുറിയിൽ അവൾ എഴുതി വെച്ച ഒരു കൊച്ചു കത്തുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന സമയം ഞാൻ ദൈവത്തിന് വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്താൽ ഞാൻ ഇത് അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു നോട്ട് എഴുതി വെച്ച ശേഷം തന്റെ മുറിയിൽ ഒരു ചെറിയ ട്രഷർ ബോക്സ് ഉണ്ട്, അതിനകത്ത് അവൾക്ക് കിട്ടുന്ന പണം അവിടെ ഇടുവാൻ തുടങ്ങി. അധികമൊന്നും കിട്ടിയില്ല കേട്ടോ, അധികകാലം അവൾക്ക് അങ്ങനെ സ്വരൂപിക്കാനൊന്നും കഴിഞ്ഞില്ല. ഏകദേശം ഈ 2 വർഷത്തിനടുത്ത സമയം കൊണ്ട് അവൾ സ്വരൂപിച്ചത് വെറും $51 മാത്രമാണ്. എന്തായാലും അതിന്മേൽ അവൾ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, ഇത് ചർച്ചിന്റെ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഡെവലപ്മെന്റിന് ആവുമെന്ന്. പെട്ടെന്ന് ഈ കുഞ്ഞു മരിച്ച് എല്ലാവരും വളരെ ദുഃഖിതരായി തീർന്നു. ആ മരണത്തിന് ശേഷം ആ കുഞ്ഞിന്റെ മാതാവ് ഈ കുഞ്ഞിന്റെ മുറിയിൽ നിന്ന് അവിടെ കബോർഡിൽ നിന്ന് ഇത് കണ്ടെത്തി ഈ ട്രഷർ ബോക്സും ആ ലെറ്ററുമായിട്ട് അവൾ സൺഡേയില് അടുത്ത ആരാധനയിൽ ചെന്ന് ആ ആരാധനയിൽ സാക്ഷ്യം പറഞ്ഞു, എന്റെ കുഞ്ഞ് ഹെയ്റ്റി ഇതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഇങ്ങനെ അവൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിന് സ്വരൂപിക്കുന്ന ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു എന്ന് സാക്ഷി പറയാനിടയായിരുന്നു. ദൈവത്തിന്റെ മക്കളെ, അന്ന് ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്ന ആ ചർച്ചില് അവരെ ഭയങ്കരമായിട്ട് അത് പിടിച്ചു കുലുക്കുവാൻ ഇടയായി തീർന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അവൾ മരിച്ചുവെങ്കിലും അവളുടെ വിശ്വാസവും അവളുടെ പ്രാർത്ഥനയുടെ ഫലമുണ്ടായി. അന്ന് അവിടെ ആ മാതാവ് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സഭയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ പറഞ്ഞു, ഈ ചർച്ചിന് തൊട്ടടുത്ത് ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിൽഡ്രൻസ് മിനിസ്ട്രിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മക്കളെ, ഈ വാർത്ത ഹെയ്റ്റിയുടെ ചിൽഡ്രൻസ് മിനിസ്ട്രി $51 ചിൽഡ്രൻസ് മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത പെട്ടെന്ന് അമേരിക്കയിലുള്ള പത്രങ്ങൾ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ഉള്ളിൽ ആ ചർച്ചിന് 3000-ഓളം ആളുകൾ ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ബിൽഡിങ്ങും ആ ചർച്ചിന്റെ മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ ഇടയായി തീർന്നു. അതിനേക്കാൾ ഉപരി ഇവിടെ വിശ്വാസം കൊണ്ട് ആ സ്ഥലത്ത് തന്നെ ടെമ്പിൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു മെഡിക്കൽ സെന്ററും തുടങ്ങുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ സ്റ്റോറി വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവം പുതിയതൊന്ന് നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണോ എന്ന് നമുക്കത് പരിശോധിച്ച് നോക്കാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ യുണീക്ക് അവസരം, ഈ അവസരം ഒരിക്കലും നഷ്ടമാക്കി കളയാതെ പുതിയതൊന്ന് ചെയ്യുവാൻ വേണ്ടി പുതുവർഷം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു, നീ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കണം, എന്താണ് ഇന്ന് പുതിയ കാര്യം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്? ഓരോ ദിവസം നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മക്കളെ, ദൈവം എന്നിലൂടെ എന്ത് പുതിയ കാര്യമാണ് ചെയ്യുവാൻ പോകുന്നത്? എന്റെ ജോലി സ്ഥലത്ത് എന്താണ് ദൈവം ചെയ്യുവാൻ പോകുന്നത്? എന്റെ കുടുംബത്തിൽ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ സഭയ്ക്കുള്ളിൽ എന്നിലൂടെ പുതിയത് എന്താണ് ചെയ്യാൻ പോകുന്നത്? നാം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ടല്ലോ, ദൈവം ചില പുതിയ കാര്യങ്ങൾ നമ്മുടെ ആരാധനാലയത്തിൽ ചെയ്യുവാനിടയായി തീരും. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സഭ വർദ്ധിച്ചു വളരുവാനിടയായി തീരും. 2026 പുറകോട്ട് പോകുവാൻ വേണ്ടിയല്ല, ദൈവത്തിന് മുന്നോട്ട് ഓടുവാനുള്ള കുറെ ജീവിതങ്ങളെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കും? 2026 ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വർഷമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മക്കളെ, ദൈവം തന്റെ ആഗ്രഹം നമ്മളോട് പറഞ്ഞു, ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ പുതിയതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ. പുതിയത് ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആഗ്രഹിക്കേണ്ട ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതിയ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയായി തീരണം.
ഒന്നാം നൂറ്റാണ്ടിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാം നൂറ്റാണ്ടിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണം. പക്ഷെങ്കിൽ അത് 20-ാം നൂറ്റാണ്ടിലേക്ക് അതിന്റെ ശക്തി കൂടി വന്നേ മതിയാകത്തുള്ളൂ. ഒന്നാം നൂറ്റാണ്ടിലെ പ്രശ്നങ്ങൾ അല്ലെന്ന് ദൈവസഭയെ അഭിമുഖീകരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിന്റെ പുതിയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഭയിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. ഒന്നാം നൂറ്റാണ്ടിലെ ഭക്തന്മാരുടെ വിശ്വാസത്തെക്കാൾ കൂടിയ വിശ്വാസം നമുക്ക് വേണം. എന്താണെന്നറിയാമോ? നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതാണ്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ അധികം വിശ്വാസം വർദ്ധിപ്പിച്ചു തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് വിശ്വാസത്തിന്റെ ചില സ്റ്റെപ്പുകൾ വെക്കുവാൻ ദൈവം നമ്മെ ഈ വർഷം സഹായിക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മക്കളെ, എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ദൈവദാസന്റെ ഒരു വാക്കുണ്ട്. There is only one life, it will soon pass away. Everything that is done for Jesus will sustain to eternity. യേശുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിത്യതയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ ഈ 2026-ൽ യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ പറയുന്ന നമുക്ക് കഴിവില്ല, പ്രസംഗിക്കാൻ കഴിവില്ല, മറ്റ് കഴിവുകൾ ഒന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഓരോ ദിവസം നമ്മളെ ആത്മാവിൽ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ദാസനെ ദൈവം നമുക്ക് തരുമ്പോൾ, വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ വചനം അതുപോലെ ഞാനൊന്ന് ഏറ്റെടുത്ത് അതുപോലെ തന്നെ ഞാൻ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചിരുന്നെങ്കിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. 2026 നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒന്നാം നൂറ്റാണ്ടിൽ നിന്റെ ഭക്തന്മാർ നടക്കുമ്പോൾ നിഴൽ വീണാൽ, അവരുടെ വസ്ത്രം കൊണ്ടിട്ടാൽ, അവർ കൽപ്പിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെങ്കിൽ അതിനേക്കാൾ അധികമായ ശക്തമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി എന്നെയും എന്റെ സഭയെയും എന്റെ കുടുംബത്തെയും ഒരുക്കുമാറാകണമെന്ന് ഇന്ന് ആര് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ അവരെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു. നമ്മുടെ കഴിവല്ല ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ അവൈലബിലിറ്റിയാണ് ദൈവം നോക്കുന്നത്. ദൈവം പ്രവർത്തിക്കുവാൻ ഒരു അവസരം നോക്കുമ്പോൾ, ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു എന്ന് പറയുന്ന യഹോവയായ ദൈവം ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദേശത്തിന്റെ നടുവിൽ ജീവിതങ്ങളെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവസ്ഥലയിൽ നമുക്കൊന്ന് സമർപ്പിക്കുവാൻ പറ്റുമോ? ദൈവം പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. പുതിയത് ചെയ്യുവാൻ പോകുന്നത് ആത്മശക്തിയുടെ പുതുക്കം നമുക്ക് പ്രാർത്ഥിക്കാം. കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കുമ്പോൾ എന്താണെന്നറിയാമോ? നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുവാനിടയായിത്തീരും. ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു, ആത്മീക ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രവും എല്ലാം ഉണ്ട്, പ്രസംഗമുണ്ട്, എല്ലാത്തിനും ഉണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്വഭാവം അവരുടെ ജീവിതത്തിൽ വരാത്തത് കൊണ്ട് ഈ ലോകത്തിന്റെ മായാ പ്രപഞ്ചങ്ങളിൽ നിന്ന് ആകർഷണങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ യൗവനക്കാർ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട്, ലോകം മുമ്പിൽ വെച്ച് നീട്ടുന്ന ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളിൽ നിന്ന് അവർ മാറി ദൈവത്തിന് വേണ്ടി ചിന്തിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ രാപ്പകലില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു സമയം തന്ന ദൈവത്തിന്റെ ദാസനോട്, സഭയോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ 2026 കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മളെ നോക്കിയിട്ടുണ്ട്. നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. whether I am going to be used by God. ദൈവത്തിന് ഉപയോഗിക്കണമെന്നുണ്ടോ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. വചനം നമുക്ക് എത്ര വേണേലും കേൾക്കാം, പക്ഷേ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറി പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അത് വെറും ശൂന്യമായി തീരും. അത് സംഭവിക്കുവാൻ ഇടവരരുത്. 2025 അനേക ശക്തമായ വചനങ്ങൾ കേട്ടിട്ട് നമ്മൾ കേൾക്കാതെ മറന്നു പോവുകയോ അനുസരിക്കാതെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ 2026 കർത്താവിനോട് പറയാൻ, കർത്താവേ, നീ എന്നോട് സംസാരിക്കുന്ന സകലത്തിനു മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞു, ദേശത്തിന്റെ തിന്മയൊക്കെ കാണുവാൻ താൻ പ്രവാചകനായിരുന്നെങ്കിലും തിന്മ കണ്ട് പ്രവചിച്ചത്. പക്ഷെങ്കിൽ ദൈവം അവനോട് സംസാരിച്ചപ്പോൾ വലിയ ദർശനങ്ങളൊക്കെ കണ്ടെങ്കിലും, ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ്. യെശയ്യാവ് പ്രവാചകൻ ദർശനങ്ങളെല്ലാം കണ്ടെങ്കിലും എവിടെയാണ് യെശയ്യാവിൽ ഒരു വ്യത്യാസം വന്നെന്നറിയാമോ? അടിയനിതാ യഹോവേ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം കൊടുത്തതാണ്.
ഈ ദിവസങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ രാജ്യത്തിന് നമ്മളെ എല്ലാം ആവശ്യമുണ്ട്. ദൈവം അതിനായി ശക്തീകരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ, അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ,